റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി 30 മാസം എത്താറായി. ഇരു രാജ്യങ്ങളും വിട്ടുകൊടുക്കാതെയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. യുക്രൈനെ സഹായിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും റഷ്യയ്ക്കൊപ്പം ചൈന ഉൾപ്പെടെയുള്ള വൻ ശക്തികളും നിലയുറപ്പിക്കുമ്പോൾ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടക്കുരുതിയുടെയും നാശനഷ്ടങ്ങളുടെയും വാർത്തകളാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അയവ് വരാത്ത സംഘർഷത്തിൽ യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അമ്പരപ്പിക്കുന്ന നീക്കങ്ങളാണ്. ആധുനിക രീതിയിലുള്ള വിവിധ ആയുധങ്ങളും ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്നുമുണ്ട്. പുതിയ നീക്കത്തിൻ്റെ ഭാഗമായി മോസ്കോ അടക്കം വിവിധ പ്രദേശങ്ങളിൽ ഉരുക്കിയ ലോഹം അഥവാ മോർട്ടൻ മെറ്റൽ വർഷിക്കുകയാണ് യുക്രൈൻ. 2 ലോകമഹായുധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നിലവിൽ റഷ്യയെ അപ്പാടെ ചുട്ടരിക്കാൻ കഴിവുള്ള ഈ ആയുധമാണ് യുക്രൈൻ റഷ്യയ്ക്ക് മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. തെർമൈഡ് ഇൻസെൻറ്ററി ബോംബ്സ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഈ ഡ്രോണുകൾ തൊടുക്കുമ്പോൾ പ്രദേശത്തുള്ള മരങ്ങളിൽ ആദ്യം തീപിടിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന കനത്ത തീയിൽ സൈനിക വാഹനങ്ങളും കെട്ടിടങ്ങളും മറ്റു ജീവജാലങ്ങളും അടക്കം തീപിടിച്ച് നശിക്കുകയും ചെയ്യുന്നു. അതിനാൽ യുക്രൈൻ ഇവയെ വിളിക്കുന്നത് തീ തുപ്പുന്ന ബോംബുകൾ എന്നാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വിവിധ മാർഗങ്ങളിലൂടെ യുക്രൈൻ വർഷിച്ച ഈ തീ തുപ്പുന്ന ഡ്രാഗൺ ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ കത്തുന്ന അലൂമിനിയം പൊടിയുടെയും അയൺ ഓക്സൈഡിൻ്റെയും മിശ്രിതമാണ് താഴ്ന്ന് ഡ്രാഗണുകളുടെ സഞ്ചാരം പോലെ പറക്കുന്ന ഈ ഡ്രോണുകളിൽ നിന്നും വർഷിക്കുക. കോർണ ഗ്രൂപ്പ് എന്ന ടെലഗ്രാം ചാനൽ വഴി പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഡ്രോണുകളിൽ നിന്നും വർഷിക്കുന്ന ഈ ഉരുകിയ ലോഹങ്ങൾക്ക് മരങ്ങൾ, കെട്ടിടങ്ങൾ, സൈനിക വാഹനങ്ങളും ആയുധങ്ങളും ഉൾപ്പെടെയുള്ളവയെ അതിവേഗത്തിൽ തീപിടിപ്പിച്ച് ഉരുക്കിക്കളയാനാകുമെന്നതാണ് വലിയ പ്രത്യേകത. അതുകൊണ്ടുകൂടിയാണ് മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ യുക്രൈൻ ഈ മാരക മിശ്രിതം റഷ്യയ്ക്ക് മേൽ ഉപയോഗിക്കുന്നത്. 2023 യുദ്ധത്തിലെ തോൽവിക്ക് ശേഷം റഷ്യ കിഴക്കൻ യുക്രൈൻ പട്ടണമായ ഉട്ലൈവാറിന് മുകളിൽ തെർമൈഡ് ബോംബുകൾ വർഷിച്ചിരുന്നു. എന്നാൽ യുക്രൈൻ ആകട്ടെ സകലതിനെയും വെണ്ണീറാക്കുന്ന ഈ മാരക ബോംബുകൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നില്ല. പരമ്പരാഗതമായി യുദ്ധത്തിന് ഉപയോഗിച്ചു പോരുന്ന ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി ആണവ ബോംബിന് സമാനമായി ഉയർന്ന താപമായിരിക്കും തെർമൈഡ് ബോംബുകളിൽ നിന്നും പുറത്തു വരിക. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയും സഖ്യസേനയുമൊക്കെ ശത്രുക്കൾക്കെതിരെ ഇത്തരം സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ഉപയോഗം വ്യാപകമായപ്പോൾ 1970കളിൽ ഇവ തീവ്രത കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നു വരികയായിരുന്നു. 1972ൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇത്തരം ആയുധങ്ങളെ ഏറ്റവും ഭീകരതയോടെ വർഷിക്കുന്ന വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ആയുധങ്ങളുടെ ഉപയോഗം മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് കരുതി നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഉപയോഗിച്ച് കണ്ടില്ലാത്ത ഈ മാരകായുധമാണ് ഇപ്പോൾ യുക്രൈൻ പൊടിതട്ടിയെടുത്ത് റഷ്യയ്ക്ക് മേൽ നാശം വിതച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.